ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാൻ ഇന്ന് നന്ദ്യാർവട്ടം എന്നുള്ള പൂവിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് കാരണമുണ്ട് കേട്ടോ. ഇത് 3 തരത്തിലുള്ള നന്ദ്യാർവട്ടം ഉണ്ട്. ഈ പൂവ് കണ്ടില്ലേ? ഈ പൂവ് കണ്ടാൽ കുറച്ച് വലുതാണ്. ഇതാണ് നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ കണ്ടിരുന്നത് കേട്ടോ. അതിൻ്റെ ഇതളും നല്ല വ്യത്യാസമുണ്ട്, വലിപ്പമുള്ളതാണ്. അതിൻ്റെ ഇലകൾക്കും നല്ല വലിപ്പം ഉണ്ടാവും. ഇതാണ് നമ്മുടെ പഴയ നന്ദ്യാർവട്ടം. നല്ല ഭംഗിയുള്ള പൂവാണിത്, വെള്ള കളറുള്ള. ഇനി ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം, ബാ. അപ്പോൾ ഈ പൂവ് കണ്ടോ? ഈ പൂവ് കണ്ടാൽ സംഭവം നന്ദ്യാർവട്ടം തന്നെയാണ്. പക്ഷേ നമ്മൾ നേരത്തെ കണ്ട പൂവിൻ്റെക്കായും ഒന്നും കൂടി ചെറുതാണ്. ഇതളുകൾക്കൊക്കെ ഒന്ന് വീതി കുറഞ്ഞ് ഷേപ്പൊക്കെ ഒന്ന് മാറി അങ്ങനത്തെ. പക്ഷേ ഇത് നന്ദ്യാർവട്ടം തന്നെയാണ് കേട്ടോ. മിക്കവാറും സ്ഥലങ്ങളിൽ ഇപ്പോൾ ഈ പൂവാണ് കാണുന്നത്. കാണുന്നവർക്കൊക്കെ അറിയുണ്ടാവും. ഈ പൂവാണ് ഇപ്പോൾ നന്ദ്യാർവട്ടം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും. കാരണം ഞാൻ ആദ്യം കാണിച്ചെന്ന പൂവ് അങ്ങനെയൊന്നും ഇപ്പോൾ വളരെ റെയറായിട്ടേ ഇപ്പോൾ കാണുന്നുണ്ടാവുള്ളൂ. കണ്ടോ, ഈ മരം ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തുള്ള മരമാണ്, വലിയ മരമാണ്. കണ്ടോ, നല്ല ഭംഗിയാണ് പൂത്ത് നിൽക്കുന്നത് കാണാൻ. ഇനി ഞാൻ വേറെ നന്ദ്യാർവട്ടത്തിനെ കാണിച്ചു തരാം കേട്ടോ. ഈ നന്ദ്യാർവട്ടത്തിനെ കണ്ടോ? ഇത് ഏറ്റവും ചെറിയ നന്ദ്യാർവട്ടമാണ്. ഇതാണിപ്പോൾ മിക്കവാറും വളരെ പോപ്പുലറായിട്ട് എല്ലായിടത്തും ഭംഗിക്ക് വേണ്ടി കുഴിച്ചിടുന്ന ചെടി. ഇത് പൂക്കളും ചെറുതാണ്, ഇലകളൊക്കെ ചെറുതാണ്. അപ്പോൾ നിങ്ങൾ 3 വിധത്തിലുള്ള നന്ദ്യാർവട്ടത്തിനെ കണ്ടില്ലേ? നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ടാറ്റാ.